നമസ്കാരം. ഗ്രേപ്സിലേക്ക് വീണ്ടും വന്നാലോ? ആൻഡ്രോമീഡ കേട്ടിട്ടുണ്ടോ ഈ പേര്? നമ്മുടെ ഇസ്ലാമിക ജ്യോതിശാസ്ത്രകാരനായ ഒരു മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിൽ ഒരു മങ്ങൽ രൂപത്തിൽ കാണുന്ന ഒരു നക്ഷത്ര സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആൻഡ്രോമീഡ നമ്മുടെ ഏറ്റവും അടുത്തുള്ള, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയോട് ഏറ്റവും അടുത്തുള്ള ഏകദേശം 28,70,800 പ്രകാശ വർഷങ്ങൾക്ക് അകലെ മാത്രം ഉള്ള ഈ ഒരു ഗാലക്സി നമ്മളുടെ മനുഷ്യർ ജീവിക്കുന്ന ഭൂമിയുള്ള മിൽക്കി വേ ഗാലക്സിയുടെ ഏറ്റവും അടുത്തുള്ള ഗാലക്സിയാണ്. നമുക്ക് അനേകം കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്, നമുക്കറിയാം. അതിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏക ഗാലക്സിയാണ് ആൻഡ്രോമീഡ. 1628 ആദ്യമായിട്ടൊരു ജ്യോതിശാസ്ത്രകാരൻ ഇതൊരു മറ്റൊരു ഗാലക്സി ആണെന്ന് പോലും നമ്മളെ ഇൻഫോം ചെയ്തൊരു പുസ്തകത്തിൽ കൂടെ. അതിനു മുമ്പ് നമ്മൾ കരുതിയിരുന്നത് ആകാശത്തിൽ കാണുന്ന എന്തോ ഒരു മേഘപാളി പോലെ ഇതിനെ വിചാരിച്ചിരുന്നു. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കേ, അനേകം പ്രകാശവർഷങ്ങൾക്ക് അകലെ നിൽക്കുന്ന നമ്മുടെ ഗാലക്സിയേക്കാൾ വളരെയധികം വലിപ്പമുള്ള മനോഹരമായൊരു ഗാലക്സിയെ ഒരു ചെറിയ മേഘപാളി പോലെയാണ് നമ്മൾ കരുതിയിരുന്നത്. നമ്മുടെ പല കഥകളിലും ഇതിനെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ചകളിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതിനെ ഒരു ആയിട്ടുള്ള വിഷനിൽ കൂടെ എത്തുമ്പോഴാണ് അതിൻ്റെ വലിപ്പം എത്രയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുക. പലപ്പോഴും ഗ്രേപ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ അതിലെ ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരിക്കും ഉപയോഗിക്കുക, എത്ര മനോഹരമാണെന്നൊക്കെ പറയും. പക്ഷേ അത് ഞങ്ങൾ ബില്ലിങ്ങിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ EMRൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ആക്ച്വലി ഇതൊരു ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് സൊല്യൂഷനാണ്. ലോകം കണ്ട ഏറ്റവും നല്ല ഹെൽത്ത് ഡേറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ ആണ്. ഫ്യൂച്ചറിൽ നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാവുന്ന, ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിലെ ഏറ്റവും മനോഹരമായ സൊല്യൂഷൻ. അത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായി വന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ നന്നായി അതിനെ ഒന്ന് പഠിക്കാൻ നമ്മുടെ ഹോസ്പിറ്റൽസും അവിടുത്തെ ക്ലിനിക്കൽ ടീമും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഗ്രേപ്സിൻ്റെ അകത്തളങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന അനേകം മനോഹരമായ ക്ലിനിക്കൽ ഫങ്ഷൻസ് നമ്മുടെ ഹോസ്പിറ്റലിലെ രോഗികളുടെ ചികിത്സയ്ക്ക് എത്രമാത്രം ഉപകാരപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ആ ഉപകാരപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് നമ്മളുടെ പഠനം ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതിനാണ് നമ്മുടെ പുതിയ ലൈബ്രറി. ഈ ലൈബ്രറി നമ്മളുടെ ഹോസ്പിറ്റൽസിലെ എംപ്ലോയീസിന് 100% സൗജന്യമായിട്ട് ആക്സസ് ഉണ്ടായിരിക്കും. അതിലേക്ക് നമുക്കേവർക്കും ഒരു ശ്രമകരമായ ദിവസങ്ങളുടെ സുന്ദരമായ റിസൾട്ടിനായി കാത്തിരിക്കാം.